ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ സജസ് വ്ലോഗ്. അപ്പോൾ ഞാനൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിക്കണേ. അപ്പോൾ രാവിലെയൊക്കെ എനിക്ക് പല്ലൊക്കെ തേച്ചു ഒരു വീഡിയോ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ നിൽക്കട്ടെ. അതൊക്കെ അമ്മയ്ക്ക് നല്ല ഉറക്കമാണ്. അപ്പോൾ അവരെ ശല്യപ്പെടുത്തണ്ട. അപ്പോൾ എനിക്ക് രാവിലത്തെ കുറച്ച് പണിയാണ്ടല്ലോ. നമുക്ക് വീഡിയോയിലോട്ട്. ഇന്നലെ ചിക്കൻ പണി കഴിഞ്ഞ് വരുമ്പോൾ മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 2 എടുത്ത് അച്ചാറിട്ട് വെച്ചു. പിന്നെ ഇവിടെ അച്ചാറിട്ടാൽ ഞാൻ തന്നെ തിന്നാനുള്ളത് കൊണ്ട് കുറച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നേരെ പോയിട്ട് അലക്കാനുള്ള ഡ്രസ്സുകൾ വാഷിംഗ് മെഷീനിൽ എടുത്തിട്ടാ. ഞാൻ 3 ദിവസം കൂടുമ്പോഴാണ് അലക്കാറ്. അപ്പോഴാണ് ഡ്രസ്സ് ആവുള്ളൂ. അങ്ങനെ അത് ആദ്യം ഞാൻ അലക്കാനിടും. അപ്പോൾ പിന്നെ പണികൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് അലക്കി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോരട്ടാൽ മതിയല്ലോ. അങ്ങനെ ടൈമിങ്ങൊക്കെ സെറ്റാക്കി. പിന്നെ ഇന്ന് രാവിലേക്ക് വലിയ പണിയില്ല. ഇന്നലെ രാത്രി മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കറിന് എനിക്ക് രാവിലെ ഇത് ചൂടാക്കി തന്നാൽ മതിയെന്ന്. എപ്പോഴും ഇല്ല കേട്ടോ, വല്ലപ്പോഴും ഉള്ളൂ. അപ്പം അതിൽ നിന്ന് ആ മയോണീസ് ആ ചുവന്ന ചട്നി ഒന്നും എടുക്കില്ല കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഇഡ്ലിച്ചെമ്പില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഓട്ടപ്പാത്രം വെച്ചിട്ട് അടച്ചു കൊടുക്കും. അപ്പോൾ അത് അവിടെ കിടന്നായിക്കോളുമല്ലോ. അങ്ങനെ പിന്നെ നേരെ ചായക്ക് വെള്ളം വെച്ചു. പിന്നെ നമ്മൾ ഇന്നലെ പാല് മേടിക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ആമിയുടെ പാലുകൂടി മാറ്റിയ കാരണം ജൂനിയർ ഹോർലിക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലില്ലാത്ത തന്നെ ഇന്ന് പാൽപ്പൊടി കേട്ടോ ഇട്ടത്. കുട്ടികൾക്ക് അധികം കൊടുക്കണം നല്ലതല്ല, കഫക്കെട്ട് വേഗം വരുമല്ലോ. പിന്നെ ഇപ്പം ഇന്ന് നിവൃത്തികേടുകൊണ്ട് ഇട്ടതാട്ടോ. പിന്നെ ആ ബാക്കിയുള്ള പാൽപ്പൊടി ഇട്ട് ഞാൻ ചായ കാച്ചിട്ട് ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി. പിന്നെ ആമിയുടെ ഹോർലിക്സ് ഒരു വട്ടപ്പാത്രത്തിൽ ചൂടാറാൻ വേണ്ടി വെച്ച്. പ്രഗ്നൻ്റ് ആയതിനു ശേഷം രാവിലെ എനിക്ക് ഭയങ്കര വയറ് കാളിച്ചാണ്. അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് ചായ ഇവിടെ മാറ്റി വെച്ചിട്ടാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആമി മോൾക്ക് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച്. അവൾക്ക് രാവിലെ തന്നെ മന്തി ഒന്നും കൊടുക്കണം അത്ര നല്ലതല്ലല്ലോ. പിന്നെ ഇന്നലത്തതും കൂടെ അല്ലേ. അപ്പോൾ കുറച്ച് പൊടി എടുത്തിട്ട് ഞാൻ അവൾക്ക് പുട്ടുണ്ടാക്കാൻ വെച്ചിട്ട് പുട്ടിനുള്ള കുഴച്ച് വെച്ചിട്ടാണ്. എന്നിട്ട് ഞാൻ നേരെ ചായ കുടിക്കാൻ പോയിരുന്നു. മറ്റേ മധുരം ചിപ്സില്ലേ അത് കൂട്ടി ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടൈമിൽ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഈ തുള്ളി കളിച്ച് തിന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചായ കുടിച്ച് വരുമ്പോൾ ആമി മോൾ എനിക്ക് വന്നു കേട്ടോ. അപ്പോൾ അവളെ കുറച്ച് നേരം കളിപ്പിച്ച് അവളെ കുറച്ച് നേരം പ്രാന്തൊക്കെ കയറ്റി പിന്നെ നേരെ അടുക്കളയ്ക്ക് വന്നിട്ട്. അപ്പോൾ നമ്മുടെ മന്തി സെറ്റായി വന്നിട്ടുണ്ട്. മന്തി നല്ല ചൂടായി വന്ന്. പിന്നെ ഞാൻ തേങ്ങ ചിരകാനുള്ള തന്ത്രപ്പല്ല കേട്ടോ. ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ തേങ്ങ ചിരകൽ. ഒട്ടും ഇഷ്ടമല്ല. കുറച്ച് തേങ്ങ ചിരകണം കേട്ടോ. കാരണം ഒരു കുറ്റി എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ചിരട്ടപ്പുട്ടില്ലേ അങ്ങനത്തെ ഇതില്ലേ പുട്ടും കുറ്റി അങ്ങനത്തേൽ ഒരെണ്ണം ഉണ്ടാക്കണുള്ളൂ. കാരണം അതേ അവിടെ തിന്നുള്ളൂ. പിന്നെ അതും തിന്നില്ല, പകുതിയൊക്കെ തിന്നുള്ളൂ. ബാക്കി ഞാൻ തന്നെ തിന്നേണ്ടി വരും. അപ്പം അത്ര ഉണ്ടാക്കണുള്ളൂ. പിന്നെ അടുക്കള നല്ല ലങ്കോലായിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കിങ്ങനെ വാരി വലിച്ചിരിക്കെടുക്കണത് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പം അത് വൃത്തിയാക്കണ തന്ത്രപ്പാടിലാണ്. അപ്പോൾ അപ്പോൾക്ക് അവളുടെ ഹോർലിക്സ് ചൂടാറി. അപ്പോൾ അത് ഞാനൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ച്. അപ്പോൾ പാത്രമൊക്കെ കഴുകി ആ സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വരാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ആമിമോള് വന്ന്. അപ്പോൾ അവളെടുത്ത്. അപ്പോൾ ഇപ്പോൾ പാലുടി മാറ്റി കാരണം ഭയങ്കര ദാഹമൊക്കെയാണ് മൂപ്പരാൾക്ക്. അപ്പോൾ ഞാൻ എന്താക്കി വേഗം ഹോർലിക്സ് എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കുടിച്ച്. അപ്പോൾ നമ്മുടെ പുട്ട് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുട്ട് പാത്രത്തിലാക്കി കൊടുത്തിട്ടാണ്. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ടാണ് കൊടുക്കാൻ വെച്ചാൽ കറിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പഞ്ചസാര ഇട്ടിട്ട് അവൾക്ക് പുട്ട് വാരി കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ അജിക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അജിക്കാനോട് സംസാരിച്ചിട്ട് വെച്ച് കൊടുക്കട്ടെ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടിപ്പോൾ ഫോണിൽ കാത്ത് വെച്ച് കൊടുക്കണം, എന്നാലാണ് ഭക്ഷണം കഴിക്കുള്ളൂ. അതെങ്ങനെയെങ്കിലുമൊക്കെ മാറ്റിയെടുക്കണം. അപ്പോൾ പിന്നെ ഞാൻ അജിക്കാക്ക് മന്തി കൊണ്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് തോരടാൻ വേണ്ടിയിട്ട് ബക്കറ്റിൽ എടുത്ത് വെക്കട്ടെ. അപ്പോൾ നമ്മൾ മോളിയിലാണ് കൊണ്ടുപോയിടുന്നത്. അതങ്ങനെ ബക്കറ്റിലാക്കിയിട്ട് നമ്മൾ മോളിൽ പോകട്ടെ. അപ്പോൾ അജുക്കുള്ള കാരണം ഇന്ന് ഞാൻ അവളെ അടി നിർത്തിയിട്ടാണ് പോകുന്നത്. അജുക്ക് രാവിലെ പോകുമ്പോൾ ഞാൻ ഇവളൊക്കത്ത് വെച്ചിട്ടാണ് മോളിലേക്ക് വരാറ്. കാരണം ഉണ്ണിനെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ലല്ലോ. ഇവിടെ കൊടുന്നാലും കുരുത്തക്കേടാണ്. താഴത്തേക്ക് നോക്കലും അതൊക്കെയാണ്. അപ്പോൾ വേഗം അലക്കിയതൊക്കെ തോരട്ടിട്ടാ. ഇതൊന്ന് വെയിലുള്ളുമ്പോഴൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടും. ഞാൻ പിന്നെ നേരെ ആമിനും എണ്ണ തേക്കൽ പരിപാടിയിലാണ് കേട്ടോ. അവൾക്ക് തന്നെ 1.5 എണ്ണ തേച്ച് കൊടുക്കാറ്. കേക്ക് നല്ലോണം വെട്ടാനായിട്ടുണ്ട്. പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കാനുള്ള തന്ത്രപ്പാടില്ല കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ പണിയെടുക്കുന്ന ടൈമിലാണ് അവൾക്ക് കൂടുതലും ഫോൺ വെച്ച് കൊടുക്കാറ്. അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഇങ്ങനെ പിന്നാലെ നടക്കും, കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല. അപ്പോൾ ഞാൻ ഈ ബെഡ്ഷീറ്റിൻ്റെ 4 സൈഡിൽ കെട്ടിട്ട് വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ എത്ര കുത്തിമറിഞ്ഞാലും ആ ബെഡ്ഷീറ്റ് അനങ്ങാണ്ട് അതേപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ അങ്ങനെ കെട്ടിട്ട് കൊടുക്കണത്.
ബെഡ്ഷീറ്റ് വിരിച്ചിട്ടതും ആമിമോള് കയറിയിരുന്നു കേട്ടോ. പിന്നെ നടുവകത്ത് ആകെ അലങ്കോലമൊക്കെ എടുക്കുന്നിരുന്നാണ് ചാടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കജുക്ക പണിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്ത് മേശപ്പുറമൊക്കെ ഒന്ന് തുടച്ച്, പിന്നെ ഇന്ന് ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കണില്ല, ഇന്ന് ഉച്ചക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അജുക്ക. അപ്പോൾ അതുകൊണ്ട് ആ പണി ഇന്ന് കുറഞ്ഞ് കിട്ടി. വേഗം അടിച്ചു വരാണ്. തുടക്കാൻ നിന്നുണ്ടെങ്കിലാണ് ആമിമോടെ കലാവിരുതുകൾ. തുടക്കാൻ വെച്ച വെള്ളത്തിൽ ഓരോന്ന് കൊടുന്നിടുക, അതേപോലെ തന്നെ കപ്പും വെള്ളം എടുത്തിട്ട് അവിടെ ആകെ ഒഴിച്ചിടുക, അങ്ങനത്തെ കുറച്ച് കുറുമ്പുകളൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാനും അമ്മയും ഒപ്പാണ്ട കുളിക്കാൻ കയറാറ്, കാരണം അമ്മ നോക്കാൻ ആരുമില്ലല്ലോ. അപ്പം ഞങ്ങൾ രണ്ടാളും ഒപ്പം കുളിക്കാനൊക്കെ പോയി. പണികളൊക്കെ ഒരുവിധം ഒതുങ്ങി. അപ്പം എൻ്റെ അമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയുള്ളൂ.